നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊള്ളാം. ഉഗ്രൻ നാടകങ്ങളി. എല്ലാവരും കൂടി കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വന്നത് എന്തിനാ? ഇതൊക്കെ വീട്ടിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ ഓട്ടോ കൂലിയെങ്കിലും ലാഭിക്കാമായിരുന്നില്ലേ? അത് പിന്നെ മാധവേട്ടാ, ഞാൻ ഈ ഭൂമി പൂജ നടക്കുമ്പോ എന്താ ഇവിടെ ഒരു കൂടിയാലോചന? പറയാം, വാ മോനെ വാ. നടക്ക്. തിരുമേനി, ഭൂമി പൂജ തൽക്കാലം നിർത്തിവെക്കണം. ഭൂമി പൂജ നിർത്തിവെക്കാനോ? എന്താ പ്രശ്നം ചന്ദ്രികാമ്മേ? പറയേ. എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിഞ്ഞു നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് പൂജ തുടങ്ങിയത്. അതിടയ്ക്ക് വെച്ച് നിർത്തുന്നത് ഒട്ടും ശുഭകരമായ കാര്യമല്ല. മോളെ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? അയ്യോ, പൂജ നിർത്തിവെക്കാൻ എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? അമ്മ, അത് ഇപ്പൊ വീട് വെക്കുന്നതിനേക്കാൾ അത്യാവശ്യം മനോജിനെ സഹായിക്കുന്നതാ. അതുകൊണ്ട് വീട് പണിക്കുള്ള പണം തൽക്കാലം മനോജിന് കൊടുക്കുന്നു. ചന്ദ്രിക, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുടുംബകാര്യം, ഞാൻ പറഞ്ഞത് പൂജാവിധിയിലെ സത്യം. ഇനി ഇതുപോലൊരു മുഹൂർത്തം കിട്ടിയെന്ന് വരില്ല. ദൈവവിധി. എന്തും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അച്ഛനെ പോലെ അമ്മയ്ക്കുണ്ട്. പക്ഷെ പൂജ തുടങ്ങിയതിന് ശേഷമുള്ള ഈ മാറ്റം അത്ര ശരിയായില്ല. ഇത് ചതിയാണ്. മക്കൾക്കിനി ഒരു പണം പോലും കൊടുക്കില്ലെന്നും അവരവരുടെ കാര്യങ്ങൾ അവരവർ നോക്കണമെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് പണം മുഴുവനും ഒരു മകന് മാത്രം കൊടുക്കുന്നത് ചതിയല്ലേ? മറ്റുള്ള മക്കളെയൊക്കെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്നതിന് തുല്യല്ലേ? അച്ഛമ്മയുടെ കയ്യിൽ ഗുണദോഷങ്ങളുടെ കുറെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? അലസത മൂത്ത അച്ഛനമ്മമാരെ പിഴിയുന്ന പുത്രൻ മുടിയനായ പുത്രൻ തന്നെയാ. അല്ല, ഹരിതമോള് കോടീശ്വരിയാണല്ലോ. ഈ കാര്യത്തിൽ നിനക്ക് അഭിമാനക്ഷത ഒന്നുമില്ലേ? സ്വന്തം അച്ഛനും അമ്മയും മോന് പണം കൊടുക്കുന്നതിന് ചൊല്ലി എനിക്ക് അഭിമാനക്ഷത ഉണ്ടാവേണ്ട കാര്യം എന്താ? സമയമാവുമ്പോ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്റെ വീട്ടിൽ നിന്നും കിട്ടിയിരിക്കും. സമയമാകുമ്പോഴോ? അത് കൊള്ളാം. ഭർത്താവ് ഒരു മരുന്നിന് പോലും പോക്കില്ലാതെ പാപ്പരടിച്ച് നിൽക്കുവല്ലേ. നിനക്ക് സ്വത്ത് തരാൻ ഇതിനേക്കാൾ പറ്റിയ സമയം വേറെ എപ്പോഴാ? ചേച്ചി, ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയല്ലേ. നിങ്ങളല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമോള്. ആദ്യം നിങ്ങളുടെ കുടുംബ സ്വത്ത് ഭർത്താവിന് കൊടുക്ക. ആരൊക്കെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. വീട് വെക്കാനുള്ള പണം ഞാൻ മനോജിന് കൊടുക്കാൻ പോവാ. കൊള്ളാം. ഉഗ്രൻ നാടകങ്ങളി. എല്ലാവരും കൂടി കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വന്നത് എന്തിനാ? ഇതൊക്കെ വീട്ടിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ ഓട്ടോ കൂലിയെങ്കിലും ലാഭിക്കാമായിരുന്നില്ലേ? അഭിനയത്തിനെ നിങ്ങൾ രണ്ടുപേർക്കും അവാർഡ് ഉറപ്പാണ്.
ഞങ്ങൾ കുറെ പേരെ വിഡ്ഢികള്. സുമിത്രേ, എന്ത് നാടകം കാണാൻ വേണ്ടി നിക്ക നീ? വാടി. എന്ത് പിണ്ണോക്ക് കാണാനാ നിക്കുന്നേ? വാടി. എടാ, എന്നാ പിന്നെ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ എല്ലാവർക്കും കൂടെ വീട്ടിലേക്ക് പോകാം. എന്റെ ദൈവമേ, നിലവിളക്ക് കരിന്തിരി കത്തി കെട്ടല്ലോ. മാധവ, ഇനി അടുത്ത കാലത്തെങ്ങും ഈ വീട് പണി നടക്കാൻ പോകുന്നില്ല. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇനി എന്തിനാ നോക്കി നിൽക്കുന്നത്? എല്ലാവർക്കും പോകാം. പോയെല്ലാരും. എന്റെ ഭഗവാനെ, വാ അമ്മേ, വാ അച്ഛ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.